കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പ്രധാന റോഡാണിത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏറെ ദുർഘടം പിടിച്ച യാത്രാനുഭവമാണ് ഈ വഴിയിൽ ജനങ്ങളെ കാത്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നവീകരിച്ച ഈ റോഡ് അപകടക്കെണിയാണ് ഒരുക്കുന്നത്. അധികൃതരുടെ അലംഭാവം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. റോഡിലേക്ക് കയറി കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ സ്വകാര്യ വ്യക്തി വീടിന് മുന്നിൽ കെട്ടിയ മതിൽ ഇടിഞ്ഞ് റോഡിലേക്ക് വീണതായി കാണാം. ഇതിന് നേരെ എതിർവശത്താണ് കുരുന്നുകൾ പഠിക്കുന്ന AMLP സ്കൂൾ. ഇവിടെ പല ഭാഗത്തും മതിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതായി കാണാം. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാം എന്ന നിലയിലാണിത്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ കുഴിച്ചതിന്റെ അവശേഷിപ്പുകൾ കാണാം. റോഡിന്റെ ഒരു വശം മുഴുവനായും തകർക്കപ്പെട്ടിട്ടുണ്ട്. പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. മഴക്കാലം തുടങ്ങുന്നതിന് എത്രയോ മുമ്പേ പൂർത്തീകരിക്കേണ്ട ജോലിയാണ് ഇപ്പോൾ ആറ്റുനോറ്റ് ഒരു റോഡ് കിട്ടിയപ്പോൾ അത് വെട്ടിക്കീറി പൂർണ്ണമായും ഗതാഗതത്തിന് അസൗകര്യമാക്കുന്ന തരത്തിൽ നടത്തുന്നത്. ആദ്യം റോഡുണ്ടാക്കുന്നു, പിന്നീട് അത് വെട്ടിപ്പൊളിച്ചു മറ്റു പ്രവൃത്തികൾ നടത്തുന്നു. തുടർന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുക്കുമ്പോൾ വീണ്ടും പ്രവൃത്തി നടത്തുന്നു. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ വീണ്ടും പൊളിക്കുന്നു. ഈ സ്ഥിരം പല്ലവി തന്നെയാണ് അധികൃതർ ഇവിടെയും നടത്തുന്നത്. ഇപ്പോൾ വെട്ടിപ്പൊളിച്ച റോഡുകൾ എന്ന പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് വലിയ ചോദ്യചിഹ്നമാണ്. സ്കൂൾ കൂടെ തുറക്കുന്നതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുർഘടം പിടിച്ചതാകും. ഒരു സമയം കേവലം 2 വാഹനങ്ങൾക്ക് മാത്രമേ ഈ റോഡിലൂടെ സുഗമമായി പോകാൻ കഴിയുകയുള്ളൂ. പ്രവൃത്തി തുടങ്ങിയതോടെ വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്നതും പതിവാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കാൽനടയായും വാഹനങ്ങളിലും സ്കൂളിലെത്തുന്നതും തിരിച്ചു പോകുന്നതും ഇതേ റോഡിലൂടെയാണ്. റോഡ് വെട്ടിപ്പൊളിച്ച ചില ഭാഗങ്ങളിൽ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇത് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. രാത്രികാലങ്ങളിൽ പ്രവൃത്തിയുടെ ഭാഗമായി രൂപം കൊണ്ട ഗർത്തങ്ങളും ജീവന് ഭീഷണി തന്നെ. സമയം തെറ്റി നടത്തുന്നതും അനന്തമായി നീളുന്ന ഈ പ്രവൃത്തി വിദ്യാർത്ഥികൾക്ക് ശരിക്കും ഒരു അഭ്യാസം തന്നെയായിരിക്കും. അപകട മേഖലയിൽ നിന്ന് സേഫ് സോൺ പിടിക്കാൻ നന്നേ പാടുപെടും. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്കൂളുകൾ ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. അധികൃതർ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനാകും സാക്ഷ്യം വഹിക്കേണ്ടി വരിക.